ഊർജ്ജസ്വലമായ സംസ്കാരം ആധുനികതയെ കണ്ടുമുട്ടുന്ന പൂനെയിലെ തിരക്കേറിയ നഗരത്തിൽ കാവ്യ എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു. വിശദമായ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു അവൾ. എന്നിരുന്നാലും കാവ്യയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു: പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അവളുടെ അശ്രാന്ത പരിശ്രമം. അവളുടെ ഡിസൈനുകളിലെ ഓരോ ലൈനിലും ഷേഡിലും വക്രത്തിലും അവൾ ശ്രദ്ധാലുവായിരുന്നു. പലപ്പോഴും അത് കുറ്റമറ്റതാക്കാൻ ഒരൊറ്റ പ്രൊജക്റ്റിനായി മണിക്കൂറുകൾ ചെലവഴിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. കാവ്യയുടെ ഈ പെർഫെക്ഷനിസം അവളുടെ ജോലിയെ അസാധാരണമാക്കിയെങ്കിലും അവളുടെ സ്വന്തം ക്ഷേമത്തെ ബാധിച്ചു. അവൾ ഇടയ്ക്കിടെ സമയപരിധികൾ നഷ്ടപ്പെടുത്തുകയും പ്രൊജക്റ്റുകൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയാതെ വരുമ്പോഴെല്ലാം അവൾക്ക് കടുത്ത സമ്മർദ്ദം അനുഭവപ്പെട്ടു. അവളുടെ സഹപ്രവർത്തകർ അവളുടെ കൃത്യതയെ അഭിനന്ദിച്ചു, പക്ഷേ അവളുടെ ഒടുങ്ങാത്ത പുനരവലോകനത്തെക്കുറിച്ച് പലപ്പോഴും തമാശ പറഞ്ഞു. കാവ്യയുടെ ആഴത്തിൽ താൻ മാറേണ്ടതുണ്ടെന്ന് കാവ്യയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അവളുടെ പെർഫെക്ഷനിസ്റ്റ് മാനസികാവസ്ഥ എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് അവൾക്കറിയില്ല. ഒരു ദിവസം അവളുടെ ബോസ് അവളെ ഒരു പ്രധാന പ്രോജക്റ്റ് ഏൽപ്പിച്ചു. ഒരു പുതിയ സ്റ്റാർട്ടപ്പിനായി ബ്രാൻഡിംഗ് രൂപകൽപ്പന ചെയ്തു. ഇതൊരു അഭിമാനകരമായ നിയമനമായിരുന്നു, പക്ഷേ സമയപരിധി കർശനമായിരുന്നു. കാവ്യയ്ക്ക് സമ്മർദ്ദം വർദ്ധിക്കുന്നതായി തോന്നി. അവൾ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധ ചെലുത്തി. മികച്ച ഡിസൈൻ നേടാൻ ശ്രമിച്ചു. പകലുകൾ രാത്രികളായി മാറി. അവസാന പതിപ്പിൽ സ്ഥിരതാമസമാക്കാൻ കഴിയാതെ അവൾ അതേ ആശയം ആവർത്തിച്ച് പരിഷ്കരിക്കുന്നതായി കണ്ടെത്തി. സമയപരിധി അടുത്തപ്പോൾ കാവ്യയുടെ ആശങ്ക വർദ്ധിച്ചു. ദിവസങ്ങളായി അവൾ ശരിയായി ഉറങ്ങിയിരുന്നില്ല. അവളുടെ സർഗാത്മകതയ്ക്ക് തളർച്ച അനുഭവപ്പെട്ടു. അവൾ ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു. പൂർണ്ണതയ്ക്കായി അവൾ എത്രയധികം തള്ളിവിടുന്നുവോ അത്രയധികം താത് വഴുതിപ്പോകുന്നതായി തോന്നി. മാർഗനിർദ്ദേശത്തിനായി നിരാശയായ അവൾ ശാന്തമായ അന്തരീക്ഷത്തിനും ജ്ഞാനികളായ സന്യാസിമാർക്കും പേരുകേട്ട നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സെൻ ക്ഷേത്രം സന്ദർശിക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് കാവ്യ ഊഷ്മളമായ പുഞ്ചിരിയും ശാന്തമായ പെരുമാറ്റവുമുള്ള വയോധികനായ സന്യാസി മാസ്റ്റർ രാജനെ കണ്ടുമുട്ടി. പൂർണ്ണതയുമായുള്ള അവളുടെ പോരാട്ടങ്ങളും യാഥാർത്ഥ്യബോധമില്ലാത്ത മാനദണ്ഡങ്ങൾ പാലിക്കാൻ അവൾ അനുഭവിച്ച സമ്മർദ്ദവും കാവ്യ വിശദീകരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. രാജൻ മാസ്റ്റർ, കാവ്യ പറഞ്ഞു, എനിക്ക് വേണ്ടത്ര നല്ലതില്ലെന്ന് തോന്നാതെ എൻ്റെ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ല. എല്ലാം തികഞ്ഞതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരിക്കലും അവസാനിക്കാത്ത പുനരവലോകനങ്ങളുടെ ലൂപ്പിൽ ഞാൻ കുടുങ്ങിയതുപോലെ തോന്നുന്നു. എനിക്ക് എങ്ങനെ സമാധാനം കണ്ടെത്താനും പൂർണ്ണതയ്ക്കുള്ള ഈ നിരന്തരമായ ആവശ്യം ഉപേക്ഷിക്കാനും കഴിയും? അവളുടെ വാക്കുകളുടെ ഭാരം മനസ്സിലാക്കി രാജൻ മാസ്റ്റർ തലയാട്ടി. പൂർണ്ണത ഒരു മരീചിക പോലെയാണ്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അതിനെ എത്ര വേട്ടയാടിയാലും അത് എല്ലായ്പ്പോഴും കയ്യെത്താത്തതായി തോന്നുന്നു. പുരോഗതി എന്നിരുന്നാലും യാത്ര തന്നെയാണ്. നിങ്ങൾ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും സൗന്ദര്യം ഉൾക്കൊള്ളുന്നു. അയാൾ അടുത്തുള്ള ബോൺസായി പൂന്തോട്ടത്തിലേക്ക് ആംഗ്യം കാണിച്ചു. അവിടെ ചെറിയ മരങ്ങൾ സങ്കീർണമായ ആകൃതിയിൽ വളർന്നു. ഈ ബോൺസായി മരങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞു. അവ ശ്രദ്ധാപൂർവം കൃഷി ചെയ്യുകയും കാലക്രമേണ രൂപപ്പെടുത്തുകയും തുടർച്ചയായി വെട്ടുമാറ്റുകയും ചെയ്യുന്നു. അവ പൂർണ്ണതയുള്ളവയല്ല, പക്ഷേ അവ പൊരുത്തപ്പെട്ട് വളരുന്നു, സ്വന്തം സൗന്ദര്യം കണ്ടെത്തുന്നു. പൂർണ്ണത എന്നാൽ അവ വളരുന്നത് നിർത്തുന്നു, പക്ഷേ പുരോഗതി അവരെ പരിണമിക്കാൻ അനുവദിക്കുന്നു. പൂർണ്ണതയ്ക്കായുള്ള തൻ്റെ ആഗ്രഹം തൻ്റെ സർഗാത്മകതയെ തളർത്തുകയും മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തന്നെ തടയുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ കാവ്യ അത് ശ്രദ്ധിച്ചു. അവൾ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തെറ്റുകൾ വരുത്താനും അവയിൽ നിന്ന് പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതുണ്ട്. പുരോഗതിയുടെ താക്കോൽ, മാസ്റ്റർ രാജൻ തുടർന്നു, അപൂർണതയെ ആശ്ലേഷിക്കുക എന്നതാണ്. എല്ലാം കുറ്റമറ്റമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പുതിയ സാധ്യതകളിലേക്കും സർഗാത്മകതയിലേക്കും സ്വയം തുറക്കുന്നു. പുരോഗതി എന്നാൽ ചെറിയ ചുവടുകൾ എടുക്കുക, തിരിച്ചടികളിൽ നിന്ന് പഠിക്കുക, ഒപ്പം വഴിയിൽ വളർച്ച ആഘോഷിക്കുന്നു. കാവ്യയുടെ ചുമലിൽ നിന്ന് ഒരു ഭാരം ഒഴിയുന്നതുപോലെ ഒരു ആശ്വാസം തോന്നി. പുരോഗതി എന്ന ആശയം ഉൾക്കൊള്ളാനും തൻ്റെ ജോലിയിൽ അത് പ്രയോഗിക്കാനും അവൾ തീരുമാനിച്ചു. അവൾ തൻ്റെ പ്രൊജക്റ്റിലേക്ക്
പുതുക്കിയ വീക്ഷണത്തോടെ മടങ്ങി. അത് പൂർണ്ണമാക്കുന്നതിന് പകരം അത് പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തെറ്റുകൾ വരുത്താനും അവയിൽ നിന്ന് പഠിക്കാനും മുന്നോട്ടു പോകാനും അവൾ സ്വയം അനുവദിച്ചു. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കാവ്യ തൻ്റെ ഡിസൈൻ പ്രൊജക്റ്റിൽ സ്ഥിരമായ പുരോഗതി കൈവരിച്ചു. ചെറിയ വിശദാംശങ്ങളോടുള്ള ആസക്തി അവസാനിപ്പിച്ച് അവൾ വലിയ ചിത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൾ കൃത്യസമയത്ത് പ്രൊജക്റ്റ് പൂർത്തിയാക്കി. അത് തികഞ്ഞതല്ലെങ്കിലും അവളുടെ ബോസും സ്റ്റാർട്ടപ്പ് ടീമും ഇതിന് നല്ല സ്വീകാര്യത തന്നു. അവളുടെ സർഗാത്മകതയെയും ബ്രാൻഡിങ്ങിലേക്ക് അവൾ കൊണ്ടുവന്ന അതുല്യമായ കാഴ്ചപ്പാടിനെയും അവർ അഭിനന്ദിച്ചു. പുരോഗമനപരമായ ചിന്താഗതിയിൽ കാവ്യ തുടർന്നും പ്രവർത്തിച്ചപ്പോൾ അവളുടെ സർഗാത്മകത തിരികെ വരുന്നതായി അവൾക്ക് തോന്നി. അവൾ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവളായി, കൂടുതൽ ശാന്തയായി, പുതിയ ആശയങ്ങൾക്കായി കൂടുതൽ തുറന്നവളായി. അവളുടെ സഹപ്രവർത്തകർ അവളുടെ മനോഭാവത്തിലെ മാറ്റം ശ്രദ്ധിക്കുകയും അവരുടെ പ്രൊജക്റ്റുകളിൽ അവളുടെ ഇൻപുട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. വലിയ ചിത്രം കാണാനുള്ള അവളുടെ കഴിവിനെ വിലമതിച്ചു. ഒരു ദിവസം മാസ്റ്റർ രാജൻ്റെ മാർഗനിർദ്ദേശത്തിന് നന്ദി പറയാൻ കാവ്യ സെൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങി. പൂർണ്ണതയേക്കാൾ പുരോഗതിയാണ് പ്രധാനമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചു, അവൾ പറഞ്ഞു. യാത്രയെ സ്വീകരിക്കാനും വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഞാൻ പഠിച്ചു. അന്തിമ ഫലം മാത്രമല്ല. രാജൻ മാസ്റ്റർ പുഞ്ചിരിച്ചു. ഓർക്കുക കാവ്യ, ജീവിതം തന്നെ പുരോഗതിയുടെ ഒരു യാത്രയാണ്. നിങ്ങൾ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അപൂർണതയെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും ലഭിക്കും. ചെറിയ ചുവടുകൾ തുടരുക. നിങ്ങളുടെ യാത്രയിലെ സൗന്ദര്യം നിങ്ങൾ കണ്ടെത്തുന്നത് തുടരും. വീണ്ടും ലക്ഷ്യബോധത്തോടെയാണ് കാവ്യ ക്ഷേത്രം വിട്ടത്. പൂർണ്ണതയെ പിന്തുടരുന്നത് ഒരു കെണിയാണെന്ന് അവൾ മനസ്സിലാക്കി. പക്ഷേ പുരോഗതിയുടെ യാത്ര വിമോചനമായിരുന്നു. കുറ്റമറ്റതയുടെ ആവശ്യകത ഉപേക്ഷിച്ച് വളർച്ചയുടെ സൗന്ദര്യം സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിക്കാനും പഠിക്കാനും പരിണമിക്കാനും അവൾ സ്വാതന്ത്ര്യം കണ്ടെത്തി. If you love to watch this video, you can like, share and subscribe.